സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശയിനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. സുഭാഷിതം. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. These will make war with the lamb, and the lamb will overcome them. For he is Lord of lords and King of kings, and those who are with him are called chosen and faithful. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് വായിച്ചത്. കുഞ്ഞാടിനോട് പോരാടുന്നതായി കാണുന്നു. ഇംഗ്ലീഷിൽ വാർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ചിലർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുന്നു. കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു എന്ന്. യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങളെ ദർശിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ വായിക്കുവാനോ യോഗ്യരായി ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതും കണ്ടതായി 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴും എന്നൊരു പുതിയ പാട്ട് ദൂതന്മാർ പാടുന്നതായും കേട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താതി കർത്താവും രാജാതി രാജാവുമാകുന്നു. ഈ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുവാനാണ് അവർ വന്നിരിക്കുന്നത്. അവർ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കണം. അവർ 10 രാജാക്കന്മാരാകുന്നു എന്നും അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല എന്നും മൃഗത്തോട് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനോട് ഒന്നിച്ച് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നവരുമാകുന്നു എന്നെഴുതിയിരിക്കുന്നു. 13-ാം വാക്യം വായിക്കുന്നത്, ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന മൃഗം എതിർ ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. മൃഗത്തിന്റെ ഈ സഖ്യകക്ഷികൾ ഭൂമിയിലെ രാജാക്കന്മാർ അഥവാ ഭരണാധികാരികളോ സാമ്രാജ്യങ്ങളോ ആകാം. ഇവർ ഒന്നിച്ചുകൂടി ഐക്യത്തോടെ മൃഗത്തോടൊപ്പം യേശു കർത്താവിനോട് പോരാടുകയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞാടിനെതിരെ ഈ രാജാക്കന്മാർ ഇത്രയധികം വിരോധം കാണിക്കുന്നത്? 3 ന്യായമായ കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്നാമതായി, അവർ എല്ലാവരും സാത്താന്റെ സ്വാധീനത്തിലുള്ളവരാണ്. രണ്ടാമതായി, തിന്മയ്ക്കും അനീതിക്കുമെതിരെ ന്യായവിധികൾ ആരംഭിച്ചുവെന്ന് അവർ തിരിച്ചറിയുന്നു. മൂന്നാമതായി, കുഞ്ഞാടിന്റെ അനുയായികൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യുന്നവരാണ്. അവർ തോൽവിയുടെ യുദ്ധമാണ് നടത്തുന്നത്. ദൈവത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടില്ല, ജയിക്കുകയുമില്ല. അവിടുന്ന് കർത്താതി കർത്താവും രാജാതി രാജാവുമായതുകൊണ്ട് സകല ശക്തികളും രാജാക്കന്മാരും അടിയറ വെച്ചേ മതിയാകൂ. യേശു തന്റെ ശത്രുക്കൾക്കെതിരായ വിജയകരമായ യുദ്ധത്തിൽ തന്നോടൊപ്പം പോകുന്നവരെ തിരിച്ചറിയുന്നു. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. യേശു കർത്താവ് രണ്ടാമതും ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പായി സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ഒന്നാം വരവിങ്കൽ തന്റെ ജീവരക്തം തന്ന് നമ്മെയും വിലയ്ക്കു വാങ്ങി. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി അവിടുന്ന് സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്കും സഭയുടെ അംഗങ്ങളായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്തു. 1 പത്രോസ് 2:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. കർത്താവ് തന്റെ സഭയെ ചേർത്തുകൊള്ളുവാൻ അതിവേഗം വരുന്നു. നാം വിശ്വസ്തരായിരുന്നാൽ സാത്താനെ അതിജീവിച്ച് ജയാളികളായി കർത്താവിനോടൊപ്പം നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയും. വിശ്വാസികൾക്കെതിരായി സാത്താൻ അഴിച്ചുവിടുന്ന പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ യേശു നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മറന്നു പോകരുത്. അവിടുന്ന് നിങ്ങളോടൊപ്പം നടക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നയിക്കുന്നു, കൂടെ ഇരിക്കുന്നു. നിങ്ങൾക്കെതിരായ സാത്താന്റെ ഈ യുദ്ധങ്ങൾ കുഞ്ഞാടിനെതിരായ യുദ്ധങ്ങളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കർത്താവ് അവനെ ജയിക്കും. യാക്കോബ് 4:4 പറയുന്നത്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആകയാൽ ജയാളിയായ കർത്താവിനോട് ചേർന്ന് നമുക്കും ജീവിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താനെ ജയിക്കുവാനുള്ള ദൈവകൃപ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. സാത്താനെ എന്നേക്കുമായി അവിടുന്ന് തോൽപ്പിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അന്ത്യം വരെ വിശ്വസ്തരായി നിലനിൽപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും